accounting concept. First, business entity concept. A business and its owners should be treated separately as far as their financial transactions are concerned. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സും അതുപോലെ അതിൻ്റെ ഓണേഴ്സും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബിസിനസ്സിന് ഓണറിൽ നിന്നും ഒരു സെപ്പറേറ്റ് നിലനിൽപ്പ് ഉണ്ട്. സെക്കൻഡ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. Only business transactions that can be expressed in terms of money are recorded in accounting, though records of other types of transaction may be kept separately. മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ് അതിൻ്റെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലാത്ത തരത്തിലുള്ള ഇടപാടുകൾ ട്രാൻസാക്ഷൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. Then dual aspect concept. Every credit a corresponding debit is made. The recording of transaction is complete only with this dual aspect. അതായത് എല്ലാ ക്രെഡിറ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ഏതൊരു ട്രാൻസാക്ഷനും ഒരു ഡ്യുവൽ ആസ്പെക്ട് ഉണ്ടായിരിക്കും, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. ഫോർത്ത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇൻ അക്കൗണ്ടിങ് എ ബിസിനസ് ഈസ് എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ ഫോർ എ ഫെയർലി long time and carry out its commitment and obligations. This assumes that the business will not be forced to stop functioning and liquidate its asset at fair sale price. അതായത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കും. അത് നാളെ നിർത്താനുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന ഒന്നല്ല ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത്, കോസ്റ്റ് കൺസെപ്റ്റ്. The fixed assets of a business are recorded on the basis of their original cost in the first year of accounting. Subsequently, these assets are recorded minus depreciation. No rise or fall in market price is taken into account. The concept applies only to fixed asset. കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ അസറ്റ് വാങ്ങുമ്പോൾ നൽകിയിട്ടുള്ള എത്രയാണ് ചെലവ് വന്നിട്ടുള്ളത് അതായിരിക്കും നമ്മൾ ആ വിലയ്ക്കായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക ആദ്യത്തെ വർഷം. തുടർന്നുള്ള വർഷങ്ങളിൽ ആ എമൗണ്ടിൽ നിന്നും ഒറിജിനൽ വാല്യൂവിൽ നിന്നും ഡിപ്രീഷിയേഷൻ മൈനസ് ചെയ്യുകയും ചെയ്യും. മാർക്കറ്റ് വിലയിലുണ്ടാകുന്ന വർധനവോ അതുപോലെ ഇടിവോ എന്ത് ചെയ്യില്ല, ഇതിൻ്റെ ബുക്ക് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇതിനെയാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് അക്കൗണ്ടിങ് ഇയർ കൺസെപ്റ്റ്. ഈച്ച് ബിസിനസ് ചൂസ് എ സ്പെസിഫിക് ടൈം പീരീഡ് ടു കംപ്ലീറ്റ് എ സൈക്കിൾ ഓഫ് ദി അക്കൗണ്ടിങ് പ്രോസസ്. ഫോർ എക്സാമ്പിൾ മന്ത്ലി, ക്വാർട്ടർലി ഓർ ആനുവലി ആസ് ഫർ ഫിസിക്കൽ ഓർ കലണ്ടർ ഇയർ. ഓരോ ബിസിനസ്സും അതിൻ്റെ ഒരു സൈക്കിൾ, ഒരു അക്കൗണ്ടിങ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി ഒരു പീരീഡ് തിരഞ്ഞെടുക്കും. ആ പീരീഡിനെയാണ് അക്കൗണ്ടിങ് ഇയർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മന്ത്ലി, ക്വാർട്ടർലി അല്ലെങ്കിൽ ആനുവലി ഒക്കെ ആവാം. അത് കലണ്ടർ പ്രകാരം കലണ്ടർ ഇയർ ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ ഇയർ ആവാം അക്കൗണ്ടിങ് ഇയർ ആയിട്ട് എടുക്കുന്നത്. ദെൻ അടുത്തത് മാച്ചിങ് കൺസെപ്റ്റ്. ദിസ് പ്രിൻസിപ്പിൾ dictate that for every entry of revenue recorded in a given accounting period, an equal expense entry has to be recorded for correctly calculating profit or loss in a given period. അതായത് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ഓരോ റവന്യൂനും ഈക്വൽ ആയിട്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് എൻകർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റോ ലോസോ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കുള്ള പ്രോഫിറ്റ് ലോസ് നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ആ കൺസെപ്റ്റിനെ വിളിക്കുന്നവരാണ് മാച്ചിങ് കൺസെപ്റ്റ്. അടുത്തതാണ് റിയലൈസേഷൻ കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, പ്രോഫിറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഏൺഡ്. An advance or fee paid is not considered a profit until the goods or service have been delivered to the buyer. റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരം എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, റെക്കഗ്നൈസ് ചെയ്യുകയുള്ളൂ. ഓക്കെ. Then accrual concept. This principle requires that revenue should be recorded in the period it is earned, regardless of the time the cash is received. The same is true for expense. Expense should be recognized and recorded at the time it is incurred, regardless of the time that cash is paid. This is to show the true picture of the business financial performance. അക്രൂവൽ കൺസെപ്റ്റിൽ പറയുന്നത് അതായത് റവന്യൂ ആയാലും എക്സ്പെൻസ് ആയാലും അത് നമ്മൾ ഏൺ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ റവന്യൂവിന്റെ കേസിൽ ആക്ച്വൽ ക്യാഷ് റിസീവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, റെക്കോർഡ് ചെയ്യണം, അത് ഏൺ ചെയ്താൽ മതി. അതുപോലെ തന്നെ എക്സ്പെൻസിന്റെ കേസിൽ ആക്ച്വൽ പേയ്മെന്റ് നടക്കണമെന്നില്ല, അത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എൻകർ ചെയ്താൽ മതി. ഓക്കെ.
അതിനെയാണ് അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. Business transactions that will affect the decision of a user are considered important or material, thus must be reported properly. This principle states that error or mistakes in accounting procedures that which involve immaterial or small amount may not need to attention or correction. അതായത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെങ്കിൽ മാത്രം അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അല്ലാതെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സ്മോൾ എമൗണ്ട്, ചെറിയ ആവശ്യങ്ങൾക്ക്, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ഇമ്പോർട്ടൻസ് നൽകേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അങ്ങനെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രധാനമായിട്ടും 10 എണ്ണമാണുള്ളത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ഡ്യൂൾ ആസ്പെക്ട് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് ഇയർ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു.